എൻ്റെ 28 ദിവസത്തെ ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു 28 ഡേയ്സിൽ വർക്കൗട്ട് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റ് ഡേ ഉണ്ടാവും. ഫസ്റ്റ് 5 ദിവസം കണ്ടിന്യൂ വർക്കൗട്ട്, പിന്നെ റെസ്റ്റ് ഡേ, വീണ്ടും 5 ദിവസം വർക്കൗട്ട്, പിന്നെ റെസ്റ്റ് ഡേ. പിന്നെ നമ്മളെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും ഈ 28 ദിവസത്തിൽ, മിനി ടാസ്കുകൾ, അതിൻ്റെ കൂടെ നമ്മളെ കൾച്ചറൽ ഫുഡ് എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കുക, അതിനൊരു ഹാബിറ്റ്സ് ആക്കി മാറ്റുക. പ്ലസ് ഓരോ ആളുകളെ ഗോളിനനുസരിച്ചുള്ള എക്സ്ട്രാ നിങ്ങൾക്കുള്ള സപ്പോർട്ടും ടിപ്സും ഉണ്ടാവും ഫുഡിൽ തന്നെ. പിന്നെ മെയിൻലി ഇതിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 28 ദിവസത്തെ ചാലഞ്ചിൻ്റെ പ്രത്യേകത എന്താ പറയുക വെച്ചാൽ, ഇത് ചെയ്യുന്ന ആളുകൾ ഓരോ കണ്ടീഷനിലുള്ളവരായിരിക്കും, വ്യത്യസ്ത പലതരം പ്രശ്നങ്ങളുണ്ടാവും. അതിൽ പ്രധാനമായിട്ടും നമ്മളെ ഫസ്റ്റ് ഫേസ് പറഞ്ഞൊരു ഫേസ് ഉണ്ട്, ഫസ്റ്റ് വീക്ക് മുതൽ 6 വീക്ക് വരെയുള്ള ആ ഫേസിൽ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. എല്ലാ ആളുകളും വളരെ മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം. ഫസ്റ്റ് എന്തൊക്കെയോ നമ്മൾ അറിയാതെ പറഞ്ഞിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യും, നമുക്ക് എന്ത് പ്രത്യേക റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പം ഇത് ചെയ്യുന്നവർ കൂടുതൽ ആളുകൾ ബിഗിനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ റിസൾട്ടിനും വേണ്ടി വന്നിട്ടുണ്ടാവും, പെട്ടെന്നുള്ള റിസൾട്ടിന്. അപ്പോൾ അവരൊക്കെ പല രീതിയിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യും. ഹാർഡ് ഡയറ്റ് ചെയ്യും, ഹാർഡ് ഇൻറ്റൻസിറ്റിയിലുള്ള വർക്കൗട്ട് ചെയ്യും, കുറേ നിങ്ങൾക്ക് പറ്റാത്ത മൂവ്മെൻറ്റ്സ് ചെയ്യും, പറ്റാത്ത എക്സസൈസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അൾട്ടിമേറ്റ് ലാസ്റ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് ഇഞ്ചുറിയാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ടൈം പറയാൻ വെച്ചാൽ, അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ ഫസ്റ്റത്തെ ഈ 6 വീക്കാണ്. ഈ 6 വീക്ക് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ഫേസ് ഉണ്ട്, സെക്കൻഡ് ഫേസ്. അതൊരു 3 മാസം അല്ലെങ്കിൽ 2, 2.5, 3 മാസം. അത് കുറച്ചും കൂടെ ബെറ്ററാണ്, നിങ്ങൾക്ക് ഇഞ്ചുറിക്കാൻ ചാൻസ് കുറയും. അഥവാ നമ്മൾ റോങ് ചെയ്താലും എന്താക്കി നമുക്ക് പ്രശ്നം വരില്ല. പിന്നെ തേർഡ് ഫേസ്, അത് പിന്നെ നിങ്ങളെ വന്ന റിസൾട്ടിനെ, കിട്ടിയ റിസൾട്ടിനെ കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്തിട്ട് അവിടെ നിലനിർത്താനും പിന്നെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ആ ഫേസ് ഉള്ളത്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഫേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഫസ്റ്റ് ഫേസിലാണ് എല്ലാവർക്കും വീക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മീനിങ്, ഈ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ വ്യത്യസ്ത ബോഡി കണ്ടീഷനും വ്യത്യസ്ത പ്രശ്നക്കാരൊക്കെ ആയിരിക്കും ഇതിൽ വർക്കൗട്ടിൽ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ ചെയ്യാം. അപ്പം ചില ആളുകൾക്ക് മസിൽ ടൈറ്റ്നസ് ഉണ്ടാവും, ചില ആളുകൾക്ക് വീക്ക്നെസ് ഉണ്ടാവും, അതും വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോവർ ബാക്ക് പെയിന്, അപ്പർ ബാക്ക് പെയിന്, നീസ് പെയിന്, ആംഗിൾ പെയിന്, പലതരം വിഷയങ്ങൾ, നമുക്ക് പറയാൻ പറ്റാത്ത പലതരം വിഷയങ്ങളുണ്ടാവും. അബ്ഡമിനൽ സപ്പറേഷൻ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള കോമൺ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റാത്ത മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറ്റാത്ത മൂവ്മെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം പറയാൻ വെച്ചാൽ, ചില ആളുകൾക്ക് അതിൻ്റെ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, ചില ആളുകൾ ചില വർക്കൗട്ട് ഒഴിവാക്കേണ്ടി വരും, ചിലത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെ പ്രസൻറ്റ് കണ്ടീഷൻ എല്ലാവരും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 28 ദിവസം ചാലഞ്ചിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വെക്കുന്ന ഒരു മേഖല പറയുക വെച്ചാൽ, നിങ്ങളെല്ലാവരും ആ ഫസ്റ്റ് ഫേസ് എന്നുള്ള. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഇഞ്ചുറി പറ്റരുത്, എല്ലാവർക്കും റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടണം. പല വിധത്തിലുള്ള ഗോൾ സെറ്റ് ഉള്ളവരുണ്ടാവും, അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ രീതി എങ്ങനെയാണ് പറയുകയാണെങ്കിൽ, നമ്മളുടെ 28 ഡേയ്സിൽ വർക്കൗട്ട്, അതിൻ്റെ കൂടുതൽ റെസ്റ്റ് ഉണ്ടാവും, മിനി ടാസ്കുകൾ ഉണ്ടാവും 28 ദിവസത്തിൽ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ വർക്കൗട്ട് വരെ ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും. ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സോളം വാമപ്പ് ആയിരിക്കും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ ശേഷം നമ്മളെ കോമൺ ആയിട്ടുള്ള വർക്കൗട്ട്, ആ വർക്കൗട്ടിൽ എല്ലാ ബോഡി പാർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. എസ്പെഷ്യലി ഈ ഒരു വർക്കൗട്ട് പാറ്റേണിൽ കോറ് ആൻഡ് ബാക്കൊക്കെ കുറച്ച് ഫോക്കസ് കൂടുതലായിരിക്കും. കാരണം ഫസ്റ്റ് ഫേസിൽ വേണ്ട മെയിൻ സാധനം അതാണ്. നമുക്ക് റിസൾട്ട് എല്ലാം വേണം, തടി കുറയണം, ബെല്ലി ഫാറ്റ് കുറയണം, അസുഖങ്ങൾ മാറണം, പലതരത്തിൽ മൂഡ് മാറണം, മൂഡ് നല്ലതാവണം, അതൊക്കെ ചെയ്യണം. പക്ഷേ നമുക്കതിൻ്റെ കൂടുതൽ ഫസ്റ്റ് വേണ്ടി നമ്മളെ കോറും ആൻഡ് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്ട്രോങ് ആയിക്കാൻ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളൊരു മെത്തേഡ്. ലാസ്റ്റ് ഇതിൻ്റെ വർക്കൗട്ടിൻ്റെ ശേഷം കൂൾ ഡൗൺ. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറാക്കി ചെയ്യുക. ഇതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഹാഫ് ആൻ അവറിൻ്റെ വർക്കൗട്ട് ആയിരിക്കും, 5 മിനിറ്റിൽ നമ്മളൊരു വാമപ്പ് ഉണ്ടാവും, അതിൻ്റെ ശേഷം മെയിൻ വർക്കൗട്ട്, പിന്നെ കൂൾ ഡൗൺ. ഒരു ഹാഫ് ആൻ അവറാണ് ഇതിൻ്റെ ഒരു ടൈം ഉണ്ടാവുക. ഒരു 5 ദിവസം കണ്ടിന്യൂ ഉണ്ടാവും, അതിൻ്റെ ശേഷം ഒരു ഡേ റെസ്റ്റ്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ത്രൂ നിങ്ങളെ ഫോളോ അപ്പ് നടത്തും. അപ്പം എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഫേസിലാണ്. അപ്പം താല്പര്യമുള്ളവരെന്ത് ജോയിൻ ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് ഉള്ളവരും, അല്ലെങ്കിൽ തടി കുറയാനും, അല്ലെങ്കിൽ ഫിറ്റ്നസ് നേടാൻ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.